ദില്ലി തെരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെ പ്രധാനമന്ത്രി വാ തുറക്കരുത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീതിൽ ഞെട്ടിയിരിക്കുകയാണ് ഡൽഹി ബിജെപി. ദില്ലിയിലെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ മോദിയുടെ വാ അടപ്പിക്കുകയാണ് സത്യം പറഞ്ഞാൽ കമ്മീഷൻ. തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന്റെ പേരിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്നാണ് കമ്മീഷൻ മോദിയുടെ വാ അടപ്പിക്കേണ്ടി വന്നു എന്ന് വേണം പറയാൻ. അതായത് ഈ നികുതി വെട്ടിക്കുറച്ചത് ഡൽഹിക്കുള്ള തന്റെ സമ്മാനമാണ് എന്നാണ് മോദി പറഞ്ഞത്. പത്രപരസ്യമായും അല്ലാതെയും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കഴിഞ്ഞ ദിവസത്തെ ബജറ്റിനെ മോദി ഉപയോഗിക്കുമ്പോൾ കൃത്യമായും അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം തന്നെയാണ്. മോദിയാണ് ഭരിക്കുന്നത് എന്ന് കരുതി അതിലൊന്നും ഒരു മാറ്റം വരുത്താൻ തൽക്കാലം പറ്റില്ല. ഇന്നലത്തെ ബജറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് അറിയാം. ബീഹാറിന് വാരിക്കോരി കൊടുത്തത് ഈ വർഷം ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നത് കൊണ്ടുമാണ്. എന്നാൽ ഡൽഹിക്കായി പേരെടുത്ത് ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് അവരെ ഉന്നം വെച്ച് അഥവാ മധ്യവർഗത്തെ ലക്ഷ്യം വെച്ചാണ് നികുതി വെട്ടിക്കുറച്ചത്. ഇതിന്റെ ബലം അനുഭവിക്കുന്നവരിൽ ഡൽഹിയിൽ മുന്നിലുണ്ട്. വളഞ്ഞു മുക്ക് പിടിക്കുക എന്നും ചിലപ്പോൾ ഇതിന് പറയേണ്ടി വരും. എന്നാൽ അതിനിട്ടുകൊണ്ടൊരു അടി കൊടുക്കേണ്ടി വരികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്. ലോക്സഭയിൽ മോദി മോദി വിളികളുമായി ആദായ നികുതി ഇളവിന് സ്വീകരിച്ച ഭരണപക്ഷം ദില്ലിയിൽ പ്രചാരണം അവസാനിക്കുമ്പോൾ മുഖ്യ ചർച്ചയാക്കി മാറ്റുകയാണ്. 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് നികുതി നൽകേണ്ടതില്ല എന്ന തീരുമാനം 1 കോടി പേരെ സഹായിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബിജെപിയുടെ പത്രപരസ്യങ്ങൾ. വികസിത ദില്ലി മോദിയുടെ ഗ്യാരണ്ടി എന്നും പരസ്യത്തിൽ പറയുന്നുണ്ട്. ദില്ലിക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ പാടില്ല എന്ന നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ നൽകുകയും ചെയ്താണ്. ഈ സാഹചര്യത്തിൽ ബജറ്റ് നിർദ്ദേശങ്ങൾ ദില്ലിക്കുള്ള സമ്മാനമാണ് എന്ന പരസ്യം പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നുണ്ട്. ദില്ലിയിലെ 8 ആം ആദ്മി പാർട്ടി MLA-മാർ ഇന്നലെ BJP-യിൽ ചേർന്നിരുന്നു. അമിത്ഷാ പാർട്ടി നേതാക്കളെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നൊക്കെ അരവിന്ദ് കെജ്രിവാൾ ഇതിന് പിന്നാലെ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും പ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ സർക്കാർ ജീവനക്കാർ അടക്കമുള്ള ഇടത്തരക്കാരെ ആകർഷിക്കാൻ കേന്ദ്ര ബജറ്റിലൂടെ സാധിച്ചു എന്ന് തന്നെയാണ് BJP പറയുന്നത്. അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്ന ന്യൂഡൽഹിയിൽ ആ മണ്ഡലം അടക്കം ആം ആദ്മി പാർട്ടി ഇത്തരത്തിലൊരു ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ആശങ്കയും പ്രകടമാക്കുന്നുണ്ട്. തൻ്റെ 3-ാം ഊഴത്തിൽ എങ്ങനെയെങ്കിലും ദില്ലി പിടിച്ചേ പറ്റൂ എന്നാണ് മോദി വാശി പിടിക്കുന്നത്. ഇനി ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി പദത്തിലിരിക്കാൻ തന്നെ കൊണ്ടാവില്ലെന്നറിയുമ്പോൾ രാജ്യം പിടിച്ചടക്കിയ മോദി ഗ്യാരണ്ടിക്ക് എന്തേ 3-ാമത്തെ തവണ ദില്ലി പിടിക്കാൻ പറ്റിയില്ലേ, തൻ്റെ മുക്കിൻ തുമ്പിലുള്ള സ്ഥലം പിടിക്കാൻ പറ്റിയില്ലേ എന്ന ചോദ്യം നാളെ ചരിത്രത്തിൽ ഉണ്ടാവാതിരിക്കാൻ കൂടിയാണ് വലിയ കളികൾക്ക് മോദി തുടക്കമിട്ടത്. എന്താണെങ്കിലും വാ അടപ്പിച്ച് അവിടെ ഇരുത്തുകയാണ് തൽക്കാലം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അത് ചെയ്യേണ്ടി വരികയാണ്.